ദേവമംഗള ആസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ജ്യോതിഷത്തിൽ സൂര്യൻ കഴിഞ്ഞാൽ ചന്ദ്രനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഗ്രഹം. ചന്ദ്രൻ്റെ പൊതുവായ ചില സവിശേഷതകളും ഫലദാന സ്ഥിതിവിശേഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ചന്ദ്രൻ കാലപുരുഷൻ്റെ മനസ്സാണ്. മനുഷ്യ മനസ്സിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ്. കർക്കിടകൻ രാശിയുടെ അധിപനാണ് ചന്ദ്രൻ. ഇടവൻ രാശി ചന്ദ്രൻ്റെ ഉച്ചവും വൃശ്ചികം രാശി ചന്ദ്രൻ്റെ നീചക്ഷേത്രവുമാണ്. ചന്ദ്രൻ ഒരു സ്ത്രീഗ്രഹവും പഞ്ചഭൂതങ്ങളിൽ ജലതത്വവും ത്രിദോഷങ്ങളിൽ വാതകഫകാരകനും കൂടിയാണ്. ദുർഗാക്ഷേത്രം, സ്ത്രീകളുടെ ഉടമസ്ഥയിലുള്ള സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, ജലം, ഔഷധസസ്യങ്ങൾ ഉണ്ടാകുന്ന സ്ഥലം, മദ്യം വിൽക്കുന്ന സ്ഥലം, വടക്കു പടിഞ്ഞാറ് ദിക്ക്, മുത്ത്, വെള്ള നിറത്തിലുള്ള രത്നങ്ങൾ എന്നിവയെല്ലാം ചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ്. ശുക്ലപക്ഷത്തിൽ ചന്ദ്രന് പഞ്ചമി വരെ അല്പബലവും, ശുക്ലപക്ഷത്തിൽ ഷഷ്ടി മുതൽ അഷ്ടമിയുടെ പകുതി വരെ മധ്യബലവും, ശുക്ലപക്ഷത്തിൽ അഷ്ടമിയുടെ അപരാർത്ഥം മുതൽ ക്രമേണ വെളുത്ത വാവ് വരെ ബലാധിക്യവും ഉണ്ടാകും. കൃഷ്ണപ്രതിപദം മുതൽ പഞ്ചമി വരെ മധ്യബലവും, കൃഷ്ണഷഷ്ടി മുതൽ അഷ്ടമിയുടെ പൂർവാർത്ഥം വരെ അല്പബലവും, കൃഷ്ണാഷ്ടമിയുടെ ഉത്തരാർത്ഥം മുതൽ ക്രമേണ അമാവാസി വരെ ബലക്ഷയവുമാണ്. ചന്ദ്രൻ്റെ ഈ പക്ഷബലസ്ഥിതി അനുസരിച്ച് ഏതേതു ജാതകത്തിൽ ചന്ദ്രൻ ബലവാനായി സ്ഥിതി ചെയ്യുന്നുവോ അവിടെ ശുഭഫലങ്ങൾ ഏറിയും, ബലഹീനായി സ്ഥിതി ചെയ്താൽ ദോഷഫലങ്ങളോ ഗുണഫലങ്ങളിൽ കുറവോ ആയിരിക്കും അനുഭവയോഗ്യമാകുക. എന്നാൽ പക്ഷബലമില്ലെങ്കിലും ചന്ദ്രന് ശുഭസ്ഥിതിയോ ശുഭവീക്ഷിതനോ ആണെങ്കിൽ ബലവാനായിരിക്കും, ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യും. ക്ഷീണിത ചന്ദ്രനായിരുന്നാലും പരമോച്ചത്തിൽ നിന്നാൽ രാജയോഗകാരകനാണ് ചന്ദ്രൻ. ഏറെ ഗുണങ്ങൾ പ്രദാനം ചെയ്യും. ആ സ്ഥിതിക്ക് ചന്ദ്രൻ ബലവാനായി പരമോച്ചത്തിൽ നിന്നാലുള്ള ഫലം അവർണ്ണനീയമായിരിക്കും. ജാതകന് എല്ലാവിധ ഐശ്വര്യങ്ങളും നേടിക്കൊടുക്കും. പ്രഭുതുല്യമായ ജീവിതം കൈവരും. അമ്മ, മനസ്സ്, സമ്പത്ത്, വിശ്വാസം, ബുദ്ധി, ആത്മവിശ്വാസം, മാതൃസുഖം, സുഖഭോഗത്വം, പ്രതിഭ, കീർത്തി, ലോട്ടറി, നിധി, സർക്കാർ ഉദ്യോഗം, സർക്കാർ ആനുകൂല്യം, സഹോദര യശസ്, തലച്ചോറ്, വയർ, മൂത്രാശയം, സ്തനങ്ങൾ, ഗർഭാശയങ്ങൾ, ഉന്മാദം, നേത്രരോഗങ്ങൾ, അണ്ഡാശയ രോഗങ്ങൾ, ആസ്മ, തൊണ്ടവേദന, രക്തദോഷങ്ങൾ, ക്യാൻസർ മുതലായ ചന്ദ്രനുമായി ബന്ധപ്പെട്ടതും ചന്ദ്രനാൽ നിയന്ത്രിക്കപ്പെടുന്നതുമാണ്. ഇതനുസരിച്ച് ഏതൊരു ജാതകത്തിൽ ചന്ദ്രൻ ബലവാനാണോ അക്കാര്യങ്ങൾക്ക് ശുഭത്വവും, ഏതൊരു ജാതകത്തിൽ ചന്ദ്രൻ ബലഹീനനാണോ അക്കാര്യത്തിൽ ദോഷഫലങ്ങളും രോഗാദി ദുരിതങ്ങളും ഉണ്ടാകും. ജനന സമയത്ത് ചന്ദ്രന് ബലമില്ലാതിരിക്കുകയോ ദുസ്ഥാനീയനായി അശുഭഗ്രഹങ്ങൾ ദൃഷ്ടിയോഗമുണ്ടാകുകയോ ചെയ്താൽ ആ സമയത്ത് ജനിക്കുന്ന ശിശുവിന് അനാരോഗ്യമുണ്ടാകും. ശരിയായ രീതിയിൽ വളർച്ചയോ മാനസിക വളർച്ചയോ ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, ഉദരരോഗം മുതലായവ കൊണ്ട് ആ ശിശു ക്ലേശമനുഭവിക്കും. ജാതകത്തിലെ ചന്ദ്രസ്ഥിതിയിൽ നിന്നുമാണ് ഗ്രഹചാരവശാലുള്ള ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി, ജന്മവ്യാഴം, അഷ്ടമവ്യാഴം മുതലായവ കണക്കാക്കുന്നത്. 10 വർഷക്കാലമാണ് ചന്ദ്രദശ ജാതകന് അനുഭവത്തിൽ വരിക. എന്നാൽ ചന്ദ്രദശ ആദ്യ ദശയായി വരുന്ന രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രക്കാർക്ക് ജന്മശിഷ്ടദശയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ചന്ദ്രദശയിൽ കുറവുകൾ വരും. മറ്റു നക്ഷത്രക്കാർക്ക് ചന്ദ്രദശ 10 വർഷം പൂർണ്ണമായും അനുഭവയോഗ്യമാകും. അസ്ഥിരതയാണ് ചന്ദ്രൻ്റെ പ്രത്യേകത. മനഃചാഞ്ചല്യം, അഭിപ്രായ സ്ഥിരതയില്ലായ്മ, എപ്പോഴും ഏതെങ്കിലും തരത്തിൽ മാറ്റം വേണമെന്ന ആഗ്രഹം, ഇതൊക്കെ ബലഹീനനായ ചന്ദ്രൻ്റെ അവസ്ഥയിൽ കൂടുതലായി അനുഭവപ്പെടും. ചന്ദ്രൻ മനകാരകനാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ചന്ദ്രൻ ബുദ്ധിയുടെ കാരകനായ ബുധനുമായി ശുഭയോഗമോ ദൃഷ്ടിയോ സ്ഥിതിയോ ഉണ്ടായാൽ ആ ജാതകൻ നല്ല മനഃശക്തിയും ബുദ്ധിശക്തിയും ദൃഢതയും നല്ല വാക്സാമർഥ്യക്കാരനുമായിരിക്കും. എന്നാൽ ഇവർ തമ്മിൽ, അതായത് ചന്ദ്രനും ബുധനും നല്ല യോഗത്തിലോ സ്ഥിതിയിലോ അല്ലെങ്കിൽ ആ ജാതകൻ പച്ചയായ കള്ളങ്ങൾ പറഞ്ഞു വരുത്തുന്നവനും അപവാദങ്ങൾ പറഞ്ഞു നടക്കാനും മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിമയുമായിരിക്കും. അതുപോലെ തന്നെ ചന്ദ്രനും ചൊവ്വയും തമ്മിൽ ജാതകത്തിൽ നല്ല സ്ഥിതിയിലാണെങ്കിൽ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം നടത്തുന്നവരും നിർഭയത്വവും ഗുണകരമായ യാത്രകൾ നടത്തുന്നവരുമായിരിക്കും. അതേസമയം ചന്ദ്രനും ചൊവ്വയും തമ്മിൽ ദോഷാധിക്യത്തോടെയാണ് നിൽക്കുന്നതെങ്കിൽ ആ ജാതകൻ ശ്രീലംബടനും ഭോഗാസക്തനും ക്രൂരനും അവിവേകിയും ദുഷ്പേരുകാരനുമായിത്തീരും. സ്ത്രീകളുടെ പ്രതിമാസ ആർത്തവത്തിന് ചന്ദ്രനും കുജനുമാണ് കാരകൻ. ചന്ദ്രൻ രക്തകാരകനും കുജൻ പിത്തകാരകനുമാണ്.
പിത്തം രക്തത്തെ ശോഭിക്കുന്നതിനാലാണ് രക്തം ആർത്തവമായി പരിണമിക്കുന്നത്. ചന്ദ്രനും ചൊവ്വയും തമ്മിലുള്ള ബന്ധം ബലഹീനമായ ആർത്തവ സംബന്ധമായ പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും. ക്രമം തെറ്റിയുള്ള ആർത്തവം, ദുസ്സഹമായ വേദനകൾ, തലകറക്കം, തളർച്ച, മാനസിക സമ്മർദ്ദം, കോപം എന്നിവയ്ക്ക് ഇടവരുത്തും. ചന്ദ്രനും ശുക്രനും തമ്മിലുള്ള ബന്ധം ബലവത്താണെങ്കിൽ ജാതകൻ സംഗീതം, സാഹിത്യം, ചിത്രരചന, കലാവാസന, സുഖഭോഗം, സുഗന്ധദ്രവ്യങ്ങൾ, വസ്ത്രാദികൾ എന്നിവയിൽ ഗുണാനുഭവങ്ങൾ അനുഭവിക്കും. നല്ല ശരീരകാന്തിയും ഉണ്ടാകും. എന്നാൽ ചന്ദ്രനും ശുക്രനുമായുള്ള ബന്ധം ദുർബലമാണെങ്കിൽ ജാതകൻ സ്ത്രീലമ്പടനും ലൈംഗിക രോഗിയും കല, സാഹിത്യം, സംഗീതം എന്നിവയെ മോശകാര്യങ്ങൾക്കായി ദുർവിനിയോഗം ചെയ്യുന്നവനുമായിരിക്കും. ലഗ്നം ഇടവമോ കർക്കിടകവുമായി ബലവാനായ ചന്ദ്രൻ അവിടെ നിന്നാൽ ജാതകൻ ദീർഘായുസ്യവും സൗന്ദര്യവും കീർത്തിയും ധനവും ഉള്ളവനും വിദ്വാനുമായും ഭവിക്കും. രാത്രിയിൽ ജനനമാവുകയും പൂർണ്ണചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുകയും ചെയ്താൽ ജാതകൻ എല്ലാവിധ ഐശ്വര്യങ്ങളോടും കൂടി ദീർഘായുസ്യായിരിക്കും. ലഗ്നാൽ 2 ചന്ദ്രൻ ബലവാനായി നിന്നാൽ ജാതകൻ ഭംഗിയായി സംസാരിക്കുന്നവനും അന്യരുടെ ആശയങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നവനും സുന്ദരനും വിദ്വാനും നല്ല ഭാര്യയോടും ധനധാന്യ സമൃദ്ധിയോടും കൂടിയവനായിരിക്കും. ലഗ്നാൽ 2 ചന്ദ്രൻ പൂർണ്ണ ബലവാനായി നിന്നാൽ ലോട്ടറി, നിധി മുതലായ പ്രതീക്ഷിക്കാത്ത ധനം കൈവശം വന്നു ചേരും. ലഗ്നാൽ 5 ബലവാനായ ചന്ദ്രൻ നിന്നാൽ ഒരു പുത്രൻ മാത്രമുള്ളവനും ആ പുത്രൻ നീതിമാനും പ്രസിദ്ധനുമായിരിക്കും. വേറെ പുത്രന്മാരുണ്ടാകില്ല, എന്നാൽ പുത്രിമാരുണ്ടാകും. ലഗ്നാൽ 5 ചന്ദ്രസ്ഥിതി ഉന്നത വിദ്യായോഗം കൂടിയാണ്. ലഗ്നാൽ 10 ചന്ദ്രനും ഗുരുവും ബലവാനായി നിന്നാൽ ആ ജാതകൻ പ്രൊഫസറോ അധ്യാപകനോ നിയമജ്ഞനോ ആകും. ലഗ്നാൽ 10 ചന്ദ്രൻ ശുഭനായി നിന്നാൽ ആ സമയത്ത് ജനിക്കുന്ന ജാതകൻ സുന്ദരനും ഏവർക്കും പ്രിയപ്പെട്ടവനും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവനുമാകും. ധനവും ഗ്രഹവും വാഹനവും സ്വർണ്ണാഭരണങ്ങളും കൃഷിഭൂമിയുള്ളവനും ഔദാര്യമുള്ളവനും നല്ല ഭാര്യയോട് കൂടിയവനുമായിരിക്കും. ലഗ്നാൽ 10 ചന്ദ്രനും കുജനും നിന്നാൽ ആ ജാതകൻ സർക്കാരിൽ അധികാരപ്പെട്ട ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവനായിരിക്കും. ലഗ്നാൽ 11 ബലവാനായ ചന്ദ്രൻ നിന്നാൽ ജാതകൻ ഉന്നത വിദ്യയും ഉദ്യോഗവും സമ്പത്തും നല്ല സന്താനങ്ങളും ദീർഘായുസ്സും മാതാവിനോട് അത്യധികമായ സ്നേഹബഹുമാനങ്ങളുള്ളവനും എന്നാൽ മാതാവിൽ നിന്നും അകന്നു താമസിക്കാനിടയുള്ളവനുമാകും. ചന്ദ്രഗുരുയോഗവും ചന്ദ്രശുക്രയോഗവും ഏറെ ഗുണപ്രദമായ യോഗങ്ങളാണ്. ചന്ദ്രന് തിങ്കളാഴ്ച ചന്ദ്രഹോരയിൽ നല്ല ബലമുണ്ടാകും. തിങ്കളാഴ്ച ചന്ദ്രഹോര ആരംഭിക്കുന്നത് രാവിലെ 6 മുതൽ 7 വരെയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയും രാത്രി 8 മണി മുതൽ 9 മണി വരെയായിരിക്കും. സൂര്യോദയ സമയമനുസരിച്ച് മേൽപ്പറഞ്ഞ സമയങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ടാകും. ഉദാഹരണമായി തിങ്കളാഴ്ച ഉദയം 6:15 അന്നത്തെ ചന്ദ്രഹോര ആരംഭിക്കുന്നത് 6:15 മുതൽ 7:15 വരെയായിരിക്കും. 1 മണി എന്നുള്ളത് 1:15 രാത്രി 8 മണി എന്നുള്ളത് 8:15 ഇരിക്കും. ഇങ്ങനെയാണ് ചന്ദ്രഹോര നിർണ്ണയിക്കുന്നത്. ചന്ദ്രഹോര സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഗുണവർദ്ധനവുണ്ടാക്കും. ഈ സമയത്ത് ചന്ദ്രഗായത്രി ജപിക്കുന്നത് വളരെയധികം ഗുണഫലങ്ങൾ നേടിത്തരും. ഓം അത്രിപുത്രായ വിദ്മഹേ അമൃതമയായ ധീമഹി സന്നോ സോമ പ്രചോദയ. ഇതാണ് ചന്ദ്രഗായത്രി. ചന്ദ്രൻ മറ്റു ഗ്രഹങ്ങളുമായി യോഗം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില ശുഭയോഗങ്ങളെ കൂടി പറയുകയാണെങ്കിൽ ചന്ദ്രന് ഗുരു, രവി ഇവയുമായി ശുഭയോഗമുണ്ടായാൽ ആ ജാതകൻ മെഡിക്കൽ രംഗത്തുള്ള ആനുകൂല്യത്തെ കാണിക്കുന്നു. ഡോക്ടർ, നേഴ്സ്, ഫാർമസിസ്റ്റ്, സയൻറ്റിസ്റ്റ്, മരുന്നുമായി ബന്ധപ്പെട്ട ബിസിനസ് അല്ലെങ്കിൽ ജോലി എന്നീ യോഗമോ ബന്ധമോ ഉണ്ടാകും. അതുപോലെ തന്നെ ചന്ദ്രന് വ്യാഴം, ബുധൻ എന്നിവയുമായി ശുഭയോഗമുണ്ടായാൽ പ്രൊഫസർ, അധ്യാപകൻ, വിദ്യാലയ നടത്തിപ്പുകാർ, വിദ്യാഭ്യാസ രംഗത്ത് ജോലി എന്നിവയ്ക്ക് സാധ്യതയുണ്ടാകും. ചന്ദ്രന് കേതു, ശുക്രൻ, ബുധൻ എന്നിവരുമായി യോഗമുണ്ടായാൽ സിനിമാ രംഗത്ത് സംഗീതജ്ഞനോ ഡയറക്ടറോ ഛായാഗ്രഹനോ ഇങ്ങനെയുള്ള പ്രവർത്തന മേഖലകളിൽ വിജയിക്കാൻ കഴിയും. ചന്ദ്രന് ബുധൻ, ശനി, ശുക്രൻ, കുജൻ എന്നിവരുമായി ശുഭയോഗമുണ്ടായാൽ സിനിമ, സീരിയൽ, നാടകരംഗത്ത് അഭിനേതാവായി ശോഭിക്കാൻ കഴിയും. ചന്ദ്രന് ശനി, കുജൻ എന്നിവരുമായി ശുഭയോഗമുണ്ടായാൽ റിയൽ എസ്റ്റേറ്റ്, കെട്ടിട നിർമ്മാണം, വൻകിട കൃഷി സംരംഭം, വ്യവസായം എന്നീ രംഗമായിരിക്കും പ്രവർത്തന മേഖല. ചന്ദ്രന് ബുധൻ, ഗുരു എന്നിവരുടെ ശുഭയോഗമുണ്ടായാൽ പ്രസിദ്ധരായ എഴുത്തുകാർ, സാഹിത്യകാരന്മാർ എന്നിവരാകാനുള്ള സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ ഗുണഫലങ്ങൾ ഉണ്ടാകണമെങ്കിൽ ചന്ദ്രന് ശുഭസ്ഥിതിയും ശുഭയോഗസ്ഥിതിയും ഉണ്ടായിരിക്കണം.
എങ്കിലേ പൂർണ്ണഫലം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഫലം ഭാഗികമായോ അല്ലെങ്കിൽ വളരെ കുറവ് മാത്രമേ അനുഭവയോഗ്യമാകൂ. അതുപോലെ തന്നെ ചന്ദ്രന് ജാതകത്തിൽ ബലസ്ഥിതിയോ മറ്റു ഗ്രഹങ്ങളുടെ ശുഭയോഗസ്ഥിതിയോ ഇല്ലെങ്കിൽ ഉന്മാദം, ആസ്മ, അർബുദം, പക്ഷാഘാതം, നയനരോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ, സ്തനരോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, തൊണ്ട സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതലായിരിക്കും. ചന്ദ്രഗായത്രി ജപിക്കുന്നത് ദോഷഫലങ്ങളുടെ കാഠിന്യത്തെ കുറയ്ക്കും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.